നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുമോ? അത് ലഭിച്ചാലും അതിശയിക്കാനൊന്നുമില്ല. പോളണ്ടിൽ നിന്ന് ഇനി ട്രെയിൻ മാർഗം യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുക എന്ന് തന്നെ. റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് പോളണ്ട് പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് സുപ്രധാനവും ക്രിയാത്മകവുമായ പങ്ക് വഹിക്കാൻ കഴിയും. പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിൻ്റേതാണ് ഈ വാക്കുകൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. മോദിയുടെ യുക്രൈൻ സന്ദർശനം ചരിത്ര സംഭവമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. BBC-യും CNN-ഉം അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനത്തിന് നൽകുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ മോദി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന് ടസ്ക് കൂട്ടിച്ചേർത്തു. യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങളിൽ മോദി ആശങ്ക പ്രകടിപ്പിച്ചു. സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ചർച്ചയും നയതന്ത്രവും വേണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട്. യുദ്ധഭൂമിയിൽ വെച്ച് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹകരണവും നൽകാൻ തയ്യാറാണ് എന്ന് മോദി പറഞ്ഞു. യുക്രൈനിലും പശ്ചിമേഷ്യയിലുമൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ നമുക്കെല്ലാവർക്കും ആശങ്കയാണ്. യുദ്ധഭൂമിയിൽ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല. നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യരാശിക്കാകെ വെല്ലുവിളിയാണ്. ടസ്കുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഇന്ത്യ പോളണ്ട് ബന്ധത്തിന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മോദി വാഴ്സയിലെത്തിയത്. 45 വർഷത്തിനിടെ പോളണ്ടിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പോളണ്ടിൽ നിന്നും അദ്ദേഹം ട്രെയിൻ മാർഗമാണ് ഇപ്പോൾ യുക്രൈനിലേക്ക് യാത്ര തിരിച്ചത്. അകലം പാലിക്കുക എന്നുള്ള ഇന്ത്യയുടെ പതിറ്റാണ്ടുകളായ നയത്തിൽ വലിയ മാറ്റമാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തുന്നു. ലോകമാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ത്യ മേഖലയിൽ സമാധാനം കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണിപ്പോൾ ലോകത്തിന്. യുക്രൈനുമായുള്ള സമാധാനപൂർണമായ ചർച്ചയ്ക്ക് മോദി മുൻകൈയെടുക്കുമെന്നും പുടിനെ സമാധാനപരമായ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയുമെന്നും ലോകമാധ്യമങ്ങൾ പറയുന്നു. എല്ലാ രാജ്യങ്ങളോടും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയം. ഇന്ന് നാം ആ സാഹചര്യം മാറ്റി. ഇന്ന് എല്ലാവരുമായും ബന്ധം പുലർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ എല്ലാവരെക്കുറിച്ചും എല്ലാവരുടെ നന്മയെക്കുറിച്ചും ചിന്തിക്കുന്നു. വിശ്വബന്ധു എന്ന നിലയ്ക്കാണ് ഇന്ത്യയെ ലോകം ഇപ്പോൾ ബഹുമാനിക്കുന്നത്. ഇതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഒട്ടേറെ ആദ്യ സംഭവങ്ങൾ കൊണ്ടുവരാനായത് തൻ്റെ ഭാഗ്യമാണെന്ന് പ്രധാനമന്ത്രി. 45 വർഷത്തിനിടയിൽ പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി എന്നത് നാട്ടിൽ വലിയ വാർത്തയായിട്ടുണ്ട്. ഓസ്ട്രിയയിലേക്ക് അടുത്തിടെ നടത്തിയ സന്ദർശനവും 40 വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു. വിദേശ നയത്തിൽ 180 ഡിഗ്രി മാറ്റമാണ് ഇത്തരം ആദ്യ യാത്രകൾക്ക് കാരണമെന്നും അദ്ദേഹം പറയുന്നു. 1979 മൊറാർജി ദേശായിയാണ് ഏറ്റവും ഒടുവിൽ പോളണ്ട് സന്ദർശിച്ചത്. റഷ്യയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഇന്ത്യ യുക്രൈൻ സന്ദർശനത്തോടെ തങ്ങളുടെ നയം വ്യക്തമാക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി സമാധാന ചർച്ചകൾക്ക് നേരിട്ട് നേതൃത്വം നൽകാൻ കഴിയുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ വലിയ പ്രാധാന്യത്തോടെ മോദിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നു. യുക്രൈൻ സർപ്രൈസ് നീക്കങ്ങളിലൂടെ റഷ്യൻ പ്രസിഡന്റിനെ ഞെട്ടിക്കുന്ന സമയത്താണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സന്ദർശനം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല യുക്രൈൻ്റെ കസ്ക് ആക്രമണം. യുക്രൈനു നേർക്ക് റഷ്യ ആക്രമണം തുടങ്ങി 2 വർഷം പിന്നിട്ടിരിക്കുന്നു. എന്നാൽ അധിനിവേശം അതിൻ്റെ സകല സീമയും ലംഘിച്ച് മുന്നോട്ട് പോയപ്പോഴും ലോകരാഷ്ട്രങ്ങൾ പലതവണ ആവശ്യപ്പെട്ടപ്പോഴുമൊക്കെ പുടിൻ തൻ്റെ ആക്രമണം നിർത്തിയിരുന്നില്ല. എന്നാൽ റഷ്യയുടെ ഏകാധിപതിക്ക് നേരെ അപ്രതീക്ഷിതമായി സെലൻസ്കിയുടെ ആക്രമണം. കസ്ക് മേഖല പിടിച്ചടക്കിക്കൊണ്ടാണ് യുക്രൈൻ തങ്ങളുടെ പോരാട്ട വീര്യം തെളിയിച്ചത്. യുക്രൈൻ്റെ അതിർത്തിയോട് ചേർന്ന് അതിനിർണായകമായ കർസ്ക് റീജിയനിലേക്ക് സെലൻസ്കി തൻ്റെ പട്ടാളക്കാരെ അയക്കുന്നു. അങ്ങനെ 2ാം ലോകമഹായുദ്ധത്തിനു ശേഷം റഷ്യ കണ്ട ഏറ്റവും വലിയ വിദേശ അധിനിവേശമായി യുക്രൈൻ്റെ കർസ്ക് മുന്നേറ്റം. റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് പിന്നീട് കര അധിനിവേശം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ യുക്രൈൻ. കർസ്കിന് പിന്നാലെ റഷ്യയുടെ അതിർത്തികൾക്കുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോവാൻ തന്നെയാണ്
യുക്രൈൻ്റെ ലക്ഷ്യവും. ഇതിനിടയിൽ മോസ്കോ കേന്ദ്രീകരിച്ച് ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു യുക്രൈൻ. യുക്രൈൻ്റെ ഏകദേശം 12ഓളം ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് റഷ്യ അവകാശപ്പെട്ടത്. 2024 ജൂൺ 1 മുതൽ റഷ്യൻ സൈന്യം റഷ്യയുടെ കുർസ്ക് മേഖലയിൽ നിന്ന് യുക്രൈനിലെ സുമി മേഖലയിലേക്ക് ഏകദേശം 2100 പീരങ്കി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് യുക്രൈൻ പറയുന്നു. അതുകൊണ്ട് തന്നെ യുക്രൈൻ സംരക്ഷിക്കണമെങ്കിൽ ആ മേഖല തങ്ങളുടെ അധീനതയിലാക്കണം. അതുകൊണ്ട് ഇത് അധിനിവേശമായിരുന്നില്ല, സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയത് എന്ന് സെലൻസ്കിയുടെ വാദം. എന്നാൽ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന യുക്രൈൻ്റെ ഭൂപ്രദേശങ്ങൾ വിട്ടുകിട്ടാനുള്ള യുക്രൈൻ്റെ സമ്മർദ്ദമാണിത് എന്നും ലോകരാഷ്ട്രങ്ങൾ സംശയിക്കുന്നു. ശക്തമായ പ്രതിരോധവും ആക്രമണവും. എന്നാൽ എങ്ങനെ യുദ്ധമുറകൾ പുറത്തെടുക്കണമെന്നറിയാത്ത റഷ്യൻ സേന. ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമായി റഷ്യ യുക്രൈൻ യുദ്ധം അനിശ്ചിതമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്ന സന്ദേശവുമായി ഇപ്പോൾ യുക്രൈനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. 10 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കീവിലെത്തുന്ന പ്രധാനമന്ത്രിയെ സെലൻസ്കി സ്വീകരിക്കും. സമാധാന ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും. ഒരുപക്ഷെ പിന്നീട് റഷ്യയിലേക്ക് പോയി പുതിനെ നേരിൽ കണ്ട് സമാധാന ചർച്ചകളിൽ ഒരു ധാരണയിലെത്തിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞാൽ അത് ലോകത്തിലെ മറ്റൊരത്ഭുതമായി മാറും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.